ഈ അരിക്കൊമ്പൻ പോയതിന് ശേഷം റേഷൻ കടകൾക്ക് നേരെയുള്ള ആക്രമണം തുലവും കുറവായിരുന്നു. പക്ഷേ ചക്കക്കൊമ്പൻ ഇപ്പോൾ അരിക്കൊമ്പൻ്റെ റോളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ ഈ കാര്യം വനം വകുപ്പിനെ അറിയിച്ചതാണ്. പക്ഷേ വനം വകുപ്പ് എന്തുകൊണ്ടോ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വളരെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യം ഞാൻ ഇന്ന് തന്നെ മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ റേഷൻ കടകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നത് മാത്രമല്ല, അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചക്കക്കൊമ്പനെയും ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ജനവാസ കേന്ദ്രങ്ങളിലാണ് റേഷൻ കടകൾ. മുമ്പ് ചക്കക്കൊമ്പൻ ചക്കയായിരുന്നു പ്രധാനമായിട്ടും, പ്ലാവുകളും ചക്കകളും. ഏതായാലും റേഷൻ കട ഒരെണ്ണം തകർത്തു. സ്വാഭാവികമായും ഇനി ഈ അരിയുടെ രുചി പറ്റിയ ഈ ആന കൂടുതലായിട്ട് റേഷൻ കടകൾ തേടിയെത്താനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ആനയിറങ്ങലിലെ റേഷൻ കടയ്ക്ക് ഇപ്പം ചുറ്റും എന്താ പറഞ്ഞാൽ അതിന് മുള്ളുവേലി ഇല്ലായിരുന്നു. പക്ഷേ പന്നിയാറിലെ റേഷൻ കടയും മറ്റ് പ്രദേശത്തെ റേഷൻ കടയൊക്കെ മുള്ളുവേലിയിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്, സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആനയിറങ്ങലിലെ റേഷൻ കടയും അതിന് ചുറ്റും അവിടെ കമ്പിവേലി ഇടാനായിട്ട് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞത് ലയങ്ങൾക്ക് ചുറ്റും ആയി കമ്പിവേലി വേണം എന്ന കാരണം കൊണ്ടാണ് റേഷൻ കടയ്ക്ക് മാത്രമായിട്ട് കമ്പിവേലി ഇട്ടുകൊണ്ട്, കാരണം ഇല്ല എന്ന് ആളുകളുടെ തർക്കം പറഞ്ഞതുകൊണ്ടാണ് അന്ന് കമ്പിവേലി ഇടാതെ പോയത്. ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് വനം വകുപ്പുമായി DFOയും അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ മന്ത്രിയും CCFും ഒക്കെ ആയി ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അത് നിർവഹിക്കും. ഈ റേഷൻ കട ഇപ്പോൾ ആക്രമിക്കപ്പെട്ട സംഭവം സത്യത്തിൽ അരിക്കൊമ്പൻ പോയതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് അവർ വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കാര്യം പരിശോധിക്കുന്നതാണ്. അതിന് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രാവശ്യം